ജമ്മു കശ്മീരിലെ നിയന്ത്രണ രേഖയിൽ ഭീകരർ നടത്തിയ നുഴഞ്ഞുകയറ്റ ശ്രമം സൈന്യം പരാജയപ്പെടുത്തി. പൂഞ്ച് മേഖലയിലെ ഭീംബർ ഗലിയിൽ ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം. ഇന്ത്യൻ സൈന്യത്തിന്റെ വൈറ്റ് നൈറ്റ് കോർപ്സ് വിഭാഗമാണ് ആക്രമണത്തെ ചെറുത്തത്. രഹസ്യാന്വേഷണ ഏജൻസികളിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അതിർത്തിയിൽ നിരീക്ഷണം നടത്തിവരികയായിരുന്നു. വിവരങ്ങൾ നൽകാൻ ഡൽഹിയിൽ നിന്നും എസ് നന്ദഗോപൻ ചേരുന്നുണ്ട്. നന്ദഗോപൻ, വെരി ഗുഡ് ആഫ്റ്റർനൂൺ. എന്തായാലും വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണല്ലോ ഇപ്പോൾ ജമ്മു കശ്മീരിൽ നിന്നും പുറത്തുവരുന്നത്. ജമ്മു കശ്മീരിലെ നിയന്ത്രണ രേഖയിൽ നടത്തിയ ആ ഭീകരരുടെ നുഴഞ്ഞുകയറ്റം ഇന്ത്യൻ സൈന്യം അപ്പാടെ തകർത്തെറിഞ്ഞിരിക്കുന്നു. എങ്ങനെയാണ് ഈ നുഴഞ്ഞുകയറ്റ ശ്രമം സൈന്യം അറിഞ്ഞതൊപ്പം എങ്ങനെയാണ് തകർത്തെറിഞ്ഞത്? ഈ ഭീകരരെ പറ്റിയുള്ള മറ്റ് വിവരങ്ങൾ കൂടി വ്യക്തമാക്കാമോ നന്ദൻ? അശ്വതി, ഇന്ന് പുലർച്ചെയാണ് ഭീകരരുടെ നീക്കം ശ്രദ്ധയിൽപ്പെട്ട സൈന്യം ഉടൻ തന്നെ പ്രത്യാക്രമണം ആരംഭിച്ചത്. നേരത്തെ തന്നെ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ ചില റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അതിർത്തിയിൽ ചില ഭീകര നീക്കങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സൈന്യം നിരീക്ഷണം ശക്തമാക്കിയത്. തുടർന്ന് ഭീംബർ ഗലി എന്നുള്ള ലൈൻ ഓഫ് കൺട്രോൾ മേഖലയിൽ നിന്നുമാണ് ഈ ഭീകര നീക്കം സൈന്യം തകർത്തെറിഞ്ഞത്. സൈന്യത്തിന്റെ ഭാഗമായിട്ടുള്ള വൈറ്റ് നൈറ്റ് കോർപ്സ് ആണ് ഈ ആക്രമണത്തെ ചെറുത്തത്. മാത്രമല്ല, ഈ മേഖലയിൽ കൂടുതൽ നുഴഞ്ഞുകയറ്റം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ള രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ടുകളുണ്ട്. ഇത് പരിഗണിച്ച് ഈ മേഖലയിലാകെ തിരച്ചിൽ ശക്തമാക്കിയിരിക്കുകയാണ്. ഡ്രോണും അതേപോലെ തന്നെ സ്നിഫർ ഡോഗ് അടക്കം ഈ പ്രദേശത്ത് വിന്യസിച്ചുകൊണ്ട് സൈന്യത്തിന്റെ നേതൃത്വത്തിൽ അതേപോലെ തന്നെ BSFന്റെ സഹായത്തോടു കൂടി തന്നെ ശക്തമായ നിരീക്ഷണമാണ് ഈ മേഖലയിലാകെ ഒരുക്കിയിരിക്കുന്നത്. അശ്വതി. ശരി നന്ദൻ, വിവരങ്ങൾ വ്യക്തമാണ്. എന്തായാലും ഇപ്പോഴും അവിടെ നിരീക്ഷണം നടത്തി വരികയാണ്. ജമ്മു കശ്മീരിലെ നിയന്ത്രണ രേഖയിലാണ് ഭീകരർ നുഴഞ്ഞുകയറ്റ ശ്രമം നടത്തിയത്. പക്ഷേ നമ്മുടെ ഇന്ത്യൻ സൈന്യം അത് അപ്പാടെ പരാജയപ്പെടുത്തി. പൂഞ്ച് മേഖലയിലെ ഭീംബർ ഗലിയിൽ ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം. ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകുകയായിരുന്നു നന്ദഗോപൻ.